ഹായ്, സ്മിത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ എന്നെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പം ആദ്യത്തെ ഒരു പണി അത് ചെയ്യാം. എന്റെ പേര് സ്മൃതി എന്നാണ്. ഞാനൊരു മോണ്ടിസോറി ടീച്ചറാണ്. ട്രിവാൻഡ്രത്താണ് താമസം. എനിക്ക് രണ്ട് മക്കള്, ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ 4 പേരാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ നായക്കുട്ടിയുണ്ട് കേട്ടോ, പേര് ഡോറ. അപ്പൊ ഞങ്ങളാണ് ഇവിടെ താമസം. ഹസ്ബൻഡ് ശരിക്കും പാലക്കാട്ടുകാരനാണ്, ഞാൻ കോഴിക്കോടുകാരിയാണ്. പിന്നെ ഹസ്ബൻഡ് മിൽമയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് നിന്ന് കുത്തിയും പറിച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇത് കുറെ പേർക്ക് എന്നെ അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്റെ രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മോണ്ടിസോറി ടീച്ചറാണ്. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് മോണ്ടിസോറി? ഇനി അറിയുന്നവര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന്, അതായത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിലും മറ്റ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും, ഈ ഒരു മെത്തേഡ് നമുക്ക് വീട്ടിലത്തെ ഉപകരണങ്ങൾ വെച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ, കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇനി ഈ മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് പോലും അറിയാത്ത കുറെ പാരന്റ്സ്, അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് ചെറിയൊരു ഇൻട്രോ കൊടുക്കാം. ഈ ഒരു മെത്തേഡ് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് കൊണ്ടുവന്നത് മറിയ എന്ന് പറയുന്ന ഒരു മാഡമാണ്. മാഡം ഇറ്റലിക്കാരിയാണ്. അവിടുത്തെ ഫസ്റ്റ് ഫീമെയിൽ ഡോക്ടറാണ് മറിയ മാഡം. അപ്പം ആ മേഡം വന്നിട്ട് നമ്മളെ നാട്ടിലൊക്കെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് പാരന്റ്സിന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങള് നിരീക്ഷിച്ച് അവരെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് അവിടുത്തെ ട്രഡീഷണൽ രീതിയിൽ നോക്കുമ്പോൾ മനസ്സിന്റെ ഒരു മാനസികാവസ്ഥ കാരണം, മാനസികാവസ്ഥ പാരന്റ്സ് പോയി ഒരുപാട് മരണങ്ങൾ നേരിട്ട് കണ്ട് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു ട്രഡീഷണൽ രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വാഭാവിക മാനസികാവസ്ഥയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മറിയ മാഡം കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു പുതിയൊരു മെത്തേഡാണ് മറിയ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആ മാഡം ആദ്യം ചെയ്തത്, ആ കുഞ്ഞുങ്ങളെ കുറെ നാളത്തേക്ക് നിരീക്ഷിച്ചു. അപ്പൊ മാഡത്തിന് മനസ്സിലായി നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളെ ട്രഡീഷണൽ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇപ്പൊ. അപ്പൊ ആ മാഡം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെ പഠിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക തരം ടോയ്സ് ഉണ്ടാക്കി. ആ ഒരു ടോയ്സ് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വന്നപ്പോ ഒരു 2 വർഷത്തിനുള്ളിൽ ആ കുട്ടികൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. അങ്ങനെ ആ മാഡം ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവന്ന് 1907 റോമില് ഒരു ചേരിയില് മാം എന്ത് ചെയ്തു, ഫസ്റ്റ് മാമിന്റെ ഈ ഒരു മെത്തേഡ് അനുസരിച്ച്, അതായത് മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ടുള്ള ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവിടെ 3 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് സ്വന്തമായി ഫുഡ് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാനും, 4 വയസ്സാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. അപ്പം പിന്നീട് ആ ഒരു മെത്തേഡ് അവിടെയൊക്കെ നല്ല രീതിക്ക് സ്പ്രെഡായി. പിന്നീട് മറിയ മാഡത്തിന്റെ മരണശേഷം മറിയ മാഡത്തിന്റെ മകനാണ് ഈ ഒരു മെത്തേഡ് ഇപ്പം തുടർന്ന് നമ്മളെ കയ്യിലൊക്കെ എത്തിച്ചിരിക്കുന്നത്. അതായത് 140ഓളം രാജ്യങ്ങളിൽ ഇപ്പൊ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലേക്കൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നമ്മളിപ്പോ ഇവിടെ ഉള്ള നമ്മുടെ കേരളത്തിലുള്ള ട്രഡീഷണൽ മെത്തേഡ് മോണ്ടിസോറി മെത്തേഡ് നമ്മളുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ടീച്ചർമാര് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നു, അത് ബൈ ഹാർട്ടാക്കി പഠിക്കുന്നു. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ബുക്കിൽ നോക്കി അത് കറക്റ്റ് ആയിട്ട് അത് തന്നെ പഠിക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ്, ടീച്ചർമാര് ബോർഡിൽ എഴുതി കൊടുക്കുന്നു, അത് കുട്ടികള് ബോർഡിൽ നോക്കിയിട്ട് കോപ്പി ചെയ്ത് അത് വീട്ടിലിരുന്ന് ബൈ ഹാർട്ടാക്കി എക്സാം എഴുതുന്നു. അപ്പൊ അവിടെ തന്നെ കുട്ടികൾ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് തന്നെയല്ലേ ഞാനും പഠിച്ചത്? ഇത് തന്നെയാണ് ഞാനും പഠിച്ചത്. ഇത് മോശം മെത്തേഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അതിന്നും ഡിഫറെന്റ് ആയിട്ട് നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഈ കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുന്ന രീതിയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടീച്ചേഴ്സ്
നിങ്ങൾ അത് പഠിക്കി ഇത് പഠിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അപ്പാരറ്റസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറെ പറഞ്ഞല്ലോ നേരത്തെ ടോയ്സ് എന്ന് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറയുന്നത് അപ്പാരറ്റസ് എന്നാണ്. അപ്പൊ ആ അപ്പാരറ്റസ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പാരറ്റസ് എടുത്തിട്ട് അവർ കളിക്കുന്ന രീതിയാണ്, കളിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ എക്സാം ഇല്ല, ഇരുന്ന് കമ്പൽസറി ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ടീച്ചേഴ്സ് വന്നിട്ട് ഭയങ്കര ഇൻസ്ട്രക്ഷൻ അതെടുക്കരുത് ഇതെടുക്കരുത് മറ്റേതെടുക്കരുത് അങ്ങനെ പറയുന്ന ഒരു പരിപാടിയില്ല. പിന്നെ ഇതൊന്ന് കുട്ടികളെ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ചെറുപ്പത്തിലേ അവർക്ക് ഉണ്ടാവും. ഒരു നമ്മൾ പറയില്ലേ അടുക്കം ചിട്ട് ഉണ്ടാവും. അതായത് ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. പിന്നെ സ്വന്തമായി നമ്മൾ ഷൂ കെട്ടാനും ഒരു ഡ്രസ്സ് ഇടാനും അതുപോലെ തന്നെ പോറിങ് ആക്ടിവിറ്റി എന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാനും പിന്നെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഞാൻ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇല്ലെങ്കിൽ മറ്റൊരു വീഡിയോ എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ആ കുട്ടികള് അവരുടെ മെമ്മറി കപ്പാസിറ്റി അനുസരിച്ച് ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ. എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കങ്ങനെ നേരിട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞൊന്നും ശീലമില്ല. പോകെ ശരിയാവുമെന്ന് വിചാരിക്കുക. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും അതിന് തിരിച്ച് റിപ്ലൈ തരാം. പിന്നെ ഇനി അടുത്തതായിട്ട് മോണ്ടിസോറി മെത്തേഡ് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലിരുന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളെ എങ്ങനെ മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ഒരു പെൻസിൽ എങ്ങനെ പിടിപ്പിക്കാം, എങ്ങനെ ഹാൻഡ് പവർ കൂട്ടാം, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഓരോ സെക്ഷനായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടാറ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.